ഗുഡ് മോർണിംഗ് ഡിയർ സ്റ്റുഡൻസ്. അപ്പോൾ നിങ്ങളെല്ലാവരും നന്നായി പഠിക്കുന്നുണ്ടെന്നാണ് മിസ്സ് കരുതുന്നത്. ഓരോ പോയിന്റ്സും നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഡെഫിനേഷനൊക്കെ ചെയ്യുക, പോയിന്റ്സ് സബ് പോയിന്റ്സ് ഒക്കെ അതേപോലെ തന്നെ എഴുതുക, ഓരോ കേർവ്സ് എങ്ങനെയാണ് പറഞ്ഞത് അതേപോലെ തന്നെ ചെയ്യുക. നെക്സ്റ്റ് നമ്മൾ ലാസ്റ്റ് പെർഫെക്റ്റ് കോമ്പറ്റീഷനിലാണ്, ഈ ഒരു പാർട്ടിൻ്റെ ലാസ്റ്റ് ഒരു ഭാഗമാണ്, ശ്രദ്ധിക്കുക. ആൻഡ് കമ്പാരിസൺ ആണ് അത്. പെർഫെക്റ്റ് കോമ്പറ്റീഷൻ നമ്മൾ ഇതുവരെ പറഞ്ഞതെല്ലാം പെർഫെക്റ്റ് കോമ്പറ്റീഷനിൽ മോണോപോളിസ്റ്റിക്കിലേക്ക് എങ്ങനെ വരാം, ഒരു സെല്ലറും ഒരു ബയറും തമ്മിലുള്ള ഇൻട്രാക്ഷൻസ് നമ്മൾ പറഞ്ഞു. മോണോപോളിസ്റ്റിക്കിൽ വരും, അവരുടെ ക്യാരക്ടറിസ്റ്റിക്സ് പറഞ്ഞു. മോണോപോളിസ് അവരെ ഒരു ഇൻഡസ്ട്രിയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോഴുള്ള പ്രശ്നങ്ങൾ പറഞ്ഞു. ആ പ്രശ്നങ്ങൾ അതിനിപ്പോൾ ഒരു റെസിഡൻഷ്യൽ ഏരിയയിലേക്ക് പോകുമ്പോഴുള്ള പ്രശ്നങ്ങളെ പറ്റി നമ്മൾ പറഞ്ഞു. അതിന് അവർ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ, അവരെ കോസ്റ്റ്, റിയൽ കോസ്റ്റ്, ഹിസ്റ്റോറിക്കൽ കോസ്റ്റ്, ഇൻകം കോസ്റ്റ്, അവർക്ക് അക്കൗണ്ടിങ് കോസ്റ്റ് ആണ്, റീപ്ലേസ്മെൻറ്റ് കോസ്റ്റ്, ആ കോസ്റ്റൊക്കെ അവരെങ്ങനെ ബാധിക്കുന്നു, അത് എന്ത് ചെയ്യുന്നു, സോഷ്യൽ കോസ്റ്റ്, ഇൻകം കോസ്റ്റ്, മണി കോസ്റ്റ്, കുറേ കോസ്റ്റുകളെ പറ്റിയൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു. അതെല്ലാം ഒരു പെർഫെക്റ്റ് കോമ്പറ്റീഷനിൽ എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നത് നമ്മൾ പറഞ്ഞു. അറ്റ് ലാസ്റ്റ് നമ്മൾ കമ്പാരിസണിലാണ് എത്തിയത്. എന്താണ് കമ്പാരിസൺ? സ്ട്രക്ചറൽ ഡിഫറൻസസും ബിഹേവിയറൽ ഡിഫറൻസസും ഒപ്റ്റിമം ക്യാപിറ്റൽസും എങ്ങനെയാണെന്നാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, ദെൻ സ്ട്രക്ചറൽ ഡിഫറൻസസ് എന്താ നോക്കാം. ഫസ്റ്റ് നമുക്ക് എന്താണ് സ്ട്രക്ചറൽ ഡിഫറൻസസ്? അണ്ടർ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ ദർ ആർ ഇന്നോവബിൾ നമ്പേഴ്സ് ഓഫ് ഫേം ഹു produce homogeneous goods. Each the firm market is small that cannot exert influence of price of output. Under monopolistic competition there are a quite large number of sellers who sell slightly different products. Product differentiation able to form is slightly different price makers. However, there is a complete freedom from entry of exit for firm. ഇവിടെ നമുക്കറിയാം സ്ട്രക്ചറൽ ഡിഫറൻസസ് എന്ന് പറയും. ഇതിൽ ഉൾപ്പെടുന്നത് under perfect competition there are innumerable number of firms who produce homogeneous good. അതായത് നമ്പർ ഓഫ് ഫേംസ് ആണ് ഇവിടെ വരുന്നത് അല്ലേ. ഫേംസ് മീൻ ഇൻഡസ്ട്രീസ്, പലതരം വ്യവസായങ്ങളുള്ള ഒരു കോമ്പറ്റീഷൻ. ഇതാണ് സ്ട്രക്ചറൽ കോമ്പറ്റീഷനിൽ സ്ട്രക്ചറൽ ഡിഫറൻസസ് എന്ന് പറയുന്നത്. ആ ഒരു പെർഫെക്റ്റ് കോമ്പറ്റീഷനിൽ സ്ട്രക്ചറൽ ഡിഫറൻസ് എന്ന് പറയുന്നത് ധാരാളം ഫേമുകൾ ഈ ഒരു പെർഫെക്റ്റ് കോമ്പറ്റീഷനിൽ എത്തുന്നു എന്നതാണ്. എല്ലാവർക്കും എൻട്രി ആൻഡ് എക്സിറ്റ് ഉണ്ട്. ഓക്കെ, ഈച്ച് ഫേം ഇൻ ദ മാർക്കറ്റ് സോ സ്മോൾ ദാറ്റ് ഈസ് കനോട്ട് എക്സഡ് ഇൻഫ്ലുവൻസ് ഓർ പ്രൈസ്. ഓരോ ഫേമിനും ഓരോന്നിനും അവരുടേതായ പ്രൈസും അവരുടേതായ വില നിശ്ചയിക്കുന്ന ആ ഒരു സിസ്റ്റമൊക്കെ ഉണ്ട്. ഈച്ച് ഫേം ദസ് ബിഹേവ് ദാസ് എ പ്രൈസ് ടേക്കർ. അവരുടെ വില എടുക്കുന്ന ആൾ അല്ലെങ്കിൽ അവരുടെ വില നിശ്ചയിക്കുന്ന ആൾ അവർ തന്നെയാണ് അണ്ടർ മോണോപോളിസ്റ്റിക് കോമ്പറ്റീഷൻ. പക്ഷേ ഒരു മോണോപോളിസ്റ്റിക് കോമ്പറ്റീഷൻ പെർഫെക്റ്റ് കോമ്പറ്റീഷനിലെ പോലെ അല്ല. എന്തിൽ? മോണോപോളിസ്റ്റിക് കോമ്പറ്റീഷനിൽ പ്രൊഡ്യൂസർ ആയിരിക്കും വില നിശ്ചയിക്കുന്നത്. പ്രൊഡ്യൂസർ ആയിരിക്കും അവിടെ ആരൊക്കെ എൻട്രി ചെയ്യണം ആരൊക്കെ എക്സിറ്റ് ചെയ്യണം എന്ന് തീരുമാനിക്കുന്നത്. പ്രൊഡ്യൂസർ മീൻസ് വൺ സെല്ലർ ഓർ വൺ പ്രൊഡ്യൂസർ ഓർ വൺ പേഴ്സൺ അല്ല, വൺ ഇൻ്റലക്ച്വൽ വൺ എന്താ പറയുക പേഴ്സൺ, വൺ സെല്ലർ ഓർ വൺ പേഴ്സൺ തന്നെയാണ് പറയുന്നത് അല്ലേ, വൺ പ്രൊഡ്യൂസർ തന്നെയാണ് പറയുന്നത്. പ്രൈസ് മേക്കേഴ്സ് ആരായിരിക്കും? മോണോപോളിസ്റ്റിക് കോമ്പറ്റീഷനിൽ പ്രൈസ് മേക്കർ ആ ഒരു സെല്ലർ ഓർ ആ ഒരു പ്രൊഡ്യൂസർ തന്നെ ആയിരിക്കും. ഓക്കെ, സ്ട്രക്ചർ. ദെൻ ഒരു കോമ്പറ്റീവ് എന്താ പറയുക പെർഫെക്റ്റ് കോമ്പറ്റീഷൻ മാർക്കറ്റിൽ അവിടെ കംപ്ലീറ്റ് ഫ്രീഡം ഉള്ള ഒരു സ്ഥലമായിരിക്കും. ഒരു കംപ്ലീറ്റ് ഫ്രീഡം ഉള്ള ഒരു സിറ്റുവേഷനാണ് കംപ്ലീറ്റ് മാർക്കറ്റിംഗ് സിറ്റുവേഷൻ. കംപ്ലീറ്റ് ഫ്രീഡമാണ് എവിടെ? പെർഫെക്റ്റ് കോമ്പറ്റീഷനിലുള്ളത്. പക്ഷേ എവിടെ? മൊണോപോളിസ്റ്റിക് കോമ്പറ്റീഷനിൽ എന്തില്ല? ഒരു കംപ്ലീറ്റ് ഫ്രീഡം അല്ല. അതായത് മൊണോപ്പൊളി അവിടെ ആർക്കായിരിക്കും കംപ്ലീറ്റ്? നമ്മൾ നേരത്തെ പറഞ്ഞു ഹീസ് എ കിങ്. ആ പ്രൊഡ്യൂസർ ആരാണ്? ഹീസ് എ കിങ് വിത്തൗട്ട് ക്രൗൺ. കിരീടമില്ലാത്ത രാജാവ്. അതിനർത്ഥം എല്ലാ കാര്യങ്ങളും പ്രൈസ് എന്താണ്? ഹൗ ടു പ്രൊഡ്യൂസ്, ഹോം ടു പ്രൊഡ്യൂസ്, ഹൗ മെനി ടു പ്രൊഡ്യൂസ്, എത്ര ഉൽപ്പാദിപ്പിക്കണം, വാട്ട് ടു പ്രൊഡ്യൂസ്, എന്തുൽപ്പാദിപ്പിക്കണം, എല്ലാം തീരുമാനിക്കുന്നത് ആരായിരിക്കും? ആ ഒരു പ്രൊഡ്യൂസർ ആയിരിക്കും. പക്ഷേ കോമ്പറ്റീഷൻ മാർക്കറ്റിൽ ഫുൾ ഫ്രീഡം ആയിരിക്കും. എക്സിറ്റ് ചെയ്യാനും എൻട്രി ചെയ്യാനും ഒക്കെ എല്ലാ ഫേംസിനും ലോട്ട് ഓഫ് ഫേംസ് ആൻഡ് ഇൻഡസ്ട്രീസ് ഉണ്ടാവും നമ്മളെ ഈ ഒരു പെർഫെക്റ്റ് കോമ്പറ്റീഷനിൽ. മോണോപോളിസ്റ്റ് കോമ്പറ്റീഷനിൽ വൺ ഫേമേ ഉണ്ടാവുള്ളൂ, വൺ പ്രൊഡ്യൂസറേ ഉണ്ടാവുള്ളൂ. മോണോ മീൻസ് വൺ ആൻഡ് പോളി മീൻസ് കൺട്രോൾ അല്ലേ. ഒരാൾ കൺട്രോൾ ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് മോണോപോളിറ്റിക് കോമ്പറ്റീഷൻ എന്ന് പറഞ്ഞു. പക്ഷേ പെർഫെക്റ്റ് കോമ്പറ്റീഷനിൽ ധാരാളം സെല്ലേഴ്സ് ഉണ്ടാവും, ധാരാളം ബയേഴ്സ് ഉണ്ടാവും, ധാരാളം ഫേംസ് ഉണ്ടാവും. ഫ്രീ എക്സിറ്റ് ആയിരിക്കും, ഫ്രീ എൻട്രി, അവർക്ക് ഫ്രീഡം ഉണ്ടാവും എല്ലാത്തിനും. Then behavior. Next, behavioral differences എന്താണ്? A firm behaves as a price taker under perfect competition and the demand curve faced by its a horizontal one. അവിടെ ഡിമാൻഡ് കർവ് എങ്ങനെയായിരിക്കും? ഹൊറിസോണ്ടൽ ആയിരിക്കും. ഓക്കെ, ബിഹേവിയറിൽ ഹൊറിസോണ്ടൽ ആയിരിക്കും. സിൻസ് പ്രൈസ് ഈസ് ഫിക്സഡ് ആയിരിക്കും.
ഹൊറിസോണ്ടൽ എന്ന് പറഞ്ഞാൽ നേരെ തന്നെ പോവുള്ളൂ, അത് ഫിക്സഡ് ആയിരിക്കും, അത് വളയൂല്ല ചെരിയും ഒന്നുമില്ല, മേലോട്ടും പോകില്ല താഴോട്ടും പോകില്ല, നേരെ തന്നെ പോകുന്ന ഹൊറിസോണ്ടൽ ലൈനായിരിക്കും എവിടുത്തത് ബിഹേവിയറൽ ഡിഫറൻസസിൽ ഫിക്സഡ് കോസ്റ്റ് ആയിരിക്കും എന്നാണ് പറയുന്നത്. ആൻഡ് ആവറേജ് റവന്യൂ കേവ് ആൻഡ് marginal revenue curve. Monopoly firm however face a negatively sloped demand curve because it can be perceptible influence over price. Like consequently MR curve is also negative sloping and lies below AR curve. This is also true under monopolistic competition. The only difference between monopoly and monopolistic competition that we monopoly and monopolistic competition. What is the difference between monopoly and monopolistic competition? So the only difference between monopoly and monopolistic competition is that the demand curve phase. Demand curve എങ്ങനെയാണ് ഡിമാൻഡ് കർവിൻ്റെ ഒരു സിസ്റ്റം ഓർഡർ എന്ന് വെച്ചാൽ ഡിമാൻഡ് കർവ് എങ്ങനെയാണോ പോകുന്നത് അതിനനുസരിച്ചാണ് എന്ത് monopolistically competitive seller is relatively more elastic. Since price is fixed or a competitive firm, it has only to undertake the output decision. A monopoly firm also does not find any urgency and spend monopoly on advertisement since there is no rival seller. Okay. Optimum capacity and suboptimal capacity of production. എന്താണ് optimum capacity? A competitive firm always products of the maximum point of AC curve. അതായത് average cost. This means that firm utilize its plan optimally. But other monopoly under monopolistic competition on the demand curve is negative sloping. നെഗറ്റീവ് സ്ലോപ്പിങ്ങിലാണ് ഒരു ഡിമാൻഡ് കർവ് പോവുക അണ്ടർ മോണോപ്പൊളിസ്റ്റ് കോമ്പറ്റീഷൻ. ഇൻ ഇംപ്ലിക്കേഷൻ ഓഫ് ദിസ് ദാറ്റ് റിസോഴ്സസ് ആർ നോട്ട് യൂട്ടിലൈസ്ഡ് optimally under imperfect competition. Imperfect competition leads to economic inefficiency. Supply curve under perfect competition and the marginal cost curve above the shutdown point of the short run supply curve. Okay. Theory of excess capacity under monopolistic competition. അപ്പോൾ നമ്മൾ നെക്സ്റ്റ് ഇങ്ങനെ ഡിസ്കസ് ചെയ്ത് ലാസ്റ്റിലേക്കാണ് നമ്മൾ പോണത്. എന്താണ് ഒളിഗോപ്പൊളി? പ്രൈസ് ആൻഡ് ഔട്ട്പുട്ട് ഡിസിഷൻ. ഒളിഗോപ്പൊളി മീൻസ് ഒളിഗോപ്പൊളി റെഫേഴ്സ് ടു എ മാർക്കറ്റ് വെർ എ ന്യൂ ഫേംസ് അക്കൗണ്ട് ഫോർ മോസ്റ്റ് ടോട്ടൽ പ്രൊഡക്ഷൻ. അതാണ് ഒളിഗോപ്പൊളി. Oligopoly refers to a market wherein only a few firms account for most of all total production. ഓക്കെ, ഓൾ ടോട്ടൽ പ്രൊഡക്ഷൻ എന്നാണ് ഇതിൽ ഡെഫിനേഷൻ കൊടുത്തത്. ഡെഫിനേഷൻ വേറെ മിസ് ഒന്ന് വായിച്ചുതരാം. ഒളിഗോപ്പൊളി റെഫേഴ്സ് ടു ദ പ്രസൻസ് ഓഫ് ഫ്യൂ സെല്ലേഴ്സ് ഇൻ ദ മാർക്കറ്റ് സെല്ലിംഗ് ദ homogeneous differential products. In other words, oligopoly market structure lies between a pure monopoly and monopolistic competition where few sellers dominate the market and have control over the price of product. Few sellers ആയിരിക്കും, ഓൾറെഡി ധാരാളം സെല്ലേഴ്സും പ്രൊഡ്യൂസേഴ്സ് ഒന്നും ഉണ്ടാവില്ല. ഫ്യൂ സെല്ലേഴ്സ് പ്രൊഡ്യൂസേഴ്സ് ആയിരിക്കും എവിടെ ഉണ്ടാവുക? ഒളിഗോപ്പൊളിയിൽ ഉണ്ടാവും അല്ലേ. ഒളിഗോപ്പൊളി റെഫേഴ്സ് ടു ദ പ്രസൻസ് ഓഫ് ഫ്യൂ സെല്ലേഴ്സ് ഇൻ മാർക്കറ്റ് സെല്ലിംഗ് ആൻഡ് ദ homogeneous and differentiated product. In other words, oligopoly market structure are between the pure monopoly and monopolistic condition. It is the pure monopoly and monopolistic condition ആണ് എവിടെ ഒളിഗോപ്പൊളിയിലുള്ളത്. അവിടെ ഹോമോജീനിയസ്, അതിൽ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഒളിഗോപ്പൊളി, characteristics of homogeneous product is the firm homogeneous product ആയിരിക്കും ആൻഡ് heterogeneous product ആയിരിക്കും. homogeneous productum and heterogeneous product. Features of oligopoly market is few sellers and entrepreneurs and advertising and competition and entry and exit barriers and lack of uniformity. അല്ലേ, lack of uniformity ഉള്ളതാണ് ഒളിഗോപ്പൊളി, മറന്നു പോകരുത്. എന്തിൻ്റെയൊക്കെ ക്യാരക്ടറിസ്റ്റിക്സ് അപ്പം മിസ് വായിച്ചുകൊണ്ടിരിക്കുന്നത്? ഒളിഗോപ്പൊളി. ഓക്കെ, ഒളിഗോപ്പൊളിയുടെ ക്യാരക്ടറിസ്റ്റിക് ദർ ഇസ് എ നോ യൂണിഫോമിറ്റി എന്നാണ് പറയുന്നത് അല്ലേ. ദർ ഇസ് നോ യൂണിഫോമിറ്റി. പ്രൈസ് ആൻഡ് ഔട്ട്പുട്ട് ഡിറ്റർമിനേഷൻ ഓഫ് അണ്ടർ ഒളിഗോപ്പൊളി. എങ്ങനെയാണ് പ്രൈസ് എങ്ങനെയാണ് ഡിറ്റർമിനേറ്റ് ചെയ്യുന്നത്, ഡിസിഷൻ എടുക്കുന്നത്? പ്രൈസ് ആൻഡ് ഔട്ട്പുട്ട് ഡിറ്റർമിനേഷൻ അണ്ടർ ഒളിഗോപ്പൊളി. ഓക്കെ, അതിൽ രണ്ട് തരങ്ങളാണ്. വൺ ഈസ് ദ എക്കണോമിക്സ് ഇഗ്നോർ ദ ഇൻഡിപെൻഡൻസ് എമംഗ് ദെൻ അനദർ അപ്രോച്ച് ബേസ്ഡ് ഓൺ collusion. Oligopolists can form a group of and maximum their joint input or profit and their approach assume an
Oligopolist predicts the reaction of these entrepreneurs. Okay. നെക്സ്റ്റ് ഇതിൽ പറയുന്ന പോയിന്റ് പോൾസ്യൂസി മോഡൽ, അതായത് ഒരു വൈ ടു കിങ് ദ ഡിമാൻഡ് കേവ് എന്താണ് സ്ലോപ്പ് ഡൗൺ ആവുന്നത്. നെക്സ്റ്റ് ഇതിൽ പറയുന്ന പോയിന്റ് കോപ്പറേറ്റീവ് ആൻഡ് നോൺ കോപ്പറേറ്റീവ് ബിഹേവിയർ ആൻഡ് പ്രിസണേഴ്സ് ഡയലോമ. ഓക്കെ, കോപ്പറേറ്റീവ് ബിഹേവിയർ ഇൻ ഒളിഗോപ്പൊളി ഇസ് എ സിറ്റുവേഷൻ വെർ ഫേം ജോയിൻ്റ്ലി ഡിസൈഡ് ദി പ്രൈസസ് ആൻഡ്, അതായത് നമുക്കറിയാം കോപ്പറേറ്റീവ് എല്ലാവരും സഹകരണാടിസ്ഥാനത്തിൽ വില നിശ്ചയിക്കുന്നതിനാണ് കോപ്പറേറ്റീവ് ഡിറ്റർമിനേഷൻ ഇൻ പ്രൈസ് എന്ന് പറയുന്നത്. ഔട്ട്പുട്ട് ആൻഡ് മാക്സിമം ദെയർ ജോയിന്റ് പ്രോഫിറ്റ്. ദി സിറ്റുവേഷൻ ഈസ് കോൾഡ് കൊല്യൂഷൻ. ഇതിനെ COLLUSION പൊല്യൂഷൻ മറന്നു പോകരുത്. COLLI കൊല്യൂഷൻ, COLLUSION കൊല്യൂഷൻ. വാട്ട് ഈസ് കൊല്യൂഷൻ? Collusion is the cooperative behavior in oligopoly is situation when firm jointly decided the price and output of maximize their joint profit. This situation is called collusion. In this situation, it become profitable, defects the price of raises output. Okay. In oligopoly, the basics dilemma the firm face to the other cooperative complete of cooperation. അവരെല്ലാവരും കോപ്പറേറ്റ് ചെയ്ത് വില നിശ്ചയിക്കുന്ന ഒരു സിറ്റുവേഷൻ ആണെന്നാണ് പറയുന്നത്. ഓക്കെ. ടൈപ്സ് ഓഫ് കോപ്പറേറ്റീവ് ബിഹേവിയർ എന്തൊക്കെയാണ്? ടൈപ്സ് ഓഫ് കോപ്പറേറ്റീവ്, വൺ ഈസ് എക്സ്പ്ലിസിറ്റ് കൊല്യൂഷൻ, ടാസിറ്റ് കോപ്പറേഷൻ, ആൻഡ് ടൈപ്സ് ഓഫ് നോൺ കോപ്പറേറ്റീവ് ബിഹേവിയർ ആൻഡ് കോമ്പറ്റീഷൻ ഓഫ് മാർക്കറ്റ് ഷെയർ ആൻഡ് കൺവേർട്ട് ചീറ്റിംഗ് ആൻഡ് constable market and potential entry. Entry must be easy to accomplish and the excess firm must consider potential entry. Okay. നെക്സ്റ്റ് കാർട്ടൽ തിയറി ഓഫ് ഒളിഗോപ്പൊളി. ഇമ്പോർട്ടൻ്റ് ആണ്, നിങ്ങൾ എക്സാമിന് എന്തായാലും പഠിക്കാനുണ്ടാവും. കാർട്ടൽ തിയറി ഓഫ് ഒളിഗോപ്പൊളി. ഓക്കെ, കാർട്ടൽ ഈസ് എ ഡിഫൈൻഡ് ഗ്രൂപ്പ് ഓഫ് ഫേംസ്. കാർട്ടൽ ഈസ് എ ഡിഫൈൻഡ് ആസ് എ ഗ്രൂപ്പ് ഓഫ് ഫേം ആണ്. കാർട്ടൽ ഈസ് എ ഡിസൈൻ ഗ്രൂപ്പ് ഓഫ് ഫേമിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? കാർട്ടൽ എന്ന് പറയുന്നത്. അത് എക്സാമിന് വരും. കാർട്ടൽ തിയറി ഓഫ് ഒളിഗോപ്പൊളി എക്സാമിന് വരുമ്പോൾ നിങ്ങൾ നന്നായി ശ്രദ്ധിക്കുക. കാർട്ടൽ ഡിഫൈൻ എ ഗ്രൂപ്പ് ഓഫ് ഫേംസ് ദാറ്റ് ഗെറ്റ് ടുഗദർ ടു മേക്ക് ഔട്ട്പുട്ട് ആൻഡ് പ്രൈസ് ഡിസ്ട്രിബ്യൂഷൻ. ദ കണ്ടീഷൻ ദാറ്റ് ഗിവ് റൈസ് ആൻഡ് oligopolistic market is also conducive to the formation of cartel. The particular cartels tends to arise in market where there are few firms. Each firm has significant share of market. The US cartels are illegal. However, internationally there are no restrictions on cartel formation. No restrictions എന്ന് പറയുന്നുണ്ടല്ലേ. The Organization of Petroleum Exporting Countries, the perhaps the best known as example of international cartel. The oligopolistic firm join a cartel to increase their market power. മറന്നു പോകരുത് ദ കാർട്ടൽ തിയറി. കാർട്ടൽ തിയറി എക്സാമിന് 6 മാർക്കിനൊക്കെ വരും. അപ്പോൾ അത് നിങ്ങൾ എന്തായാലും പഠിച്ചിരിക്കണം. ഓക്കെ. നെക്സ്റ്റ് ഇതിൽ നോർമൽ പ്രോഫിറ്റ്, നോർമേറ്റീവ് എക്കണോമിക്സ് ആൻഡ് മാർക്കറ്റ് ഫ്യൂച്ചർ, മോറൽ ഹസാർഡ്, കുറേ കാര്യങ്ങൾ ഇവർ ഈ ഒരു കാർട്ടൽ ഇതിൽ പറയുന്നുണ്ട്. ഓരോ ഇൻട്രസ്റ്റ് ആണെങ്കിലും ഇൻ്റർനാഷണൽ കോസ്റ്റ്, ഇംപ്ലിസിറ്റ് കോസ്റ്റ്, ഇൻറ്റേർണൽ എക്കണോമിക്സ്, ഇതെല്ലാം എന്താണെന്നൊരു കൺക്ലൂഷൻ ഇതിൽ കൊടുക്കുന്നത്. ഇൻ്റർനാഷണൽ ഡയമെൻഷൻസ്, ഇതിൽ എന്തൊക്കെയാണ് നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്ത കാര്യങ്ങൾ ഫസ്റ്റ് മുതൽ ഇതിൽ വ്യക്തമായിട്ട് ലാസ്റ്റ് ചാപ്റ്ററിൽ പറയുന്നുണ്ട്. ഫസ്റ്റ് പറയുന്നത് ഇൻറ്റേർണൽ എക്കണോമിക്സ് എന്താണ്, ഇൻറ്റേർണൽ ഡയോസ് എക്കണോമിക്സ് ആൻഡ് ഇംപ്ലിസിറ്റ് കോസ്റ്റ്, ഇൻ്റർനാഷണൽ കോസ്റ്റ്, ഇൻട്രസ്റ്റ്, imperfect information, interference curve, then law of supply, law of diminishing returns, long term and short term returns, labor union, merits, goods and marginal utility, money exchange, monopolies ഒക്കെ ഈ ഒരു കാർട്ടൽ ഈ ഒരു ഭാഗത്ത് നമുക്ക് ടെക്സ്റ്റിലുള്ളതാണ്. മാർജിനൽ, ഇതൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്ത് പോയ ഓരോ പോയിന്റ്സാണ് നമ്മൾ ഒന്നും കൂടെ റിപ്പീറ്റ് ചെയ്ത് പറയാണ്. marginal rate of technical substitute monopoly,
ആൻഡ് ദി മൊണോപോളിസ്റ്റിക് കോമ്പറ്റീഷൻ MRP അല്ലേ, മാർജിനൽ റേറ്റ് ഓഫ് പറഞ്ഞ മാർജിനൽ ഫിസിക്കൽ പ്രൊഡക്റ്റ്, മാർജിനൽ റവന്യൂ പ്രൊഡക്റ്റ്, മിനിമം വേജ് ആക്ട്, മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ, മാർജിനൽ റേറ്റ് ഓഫ് ടെക്നിക്കൽ സബ്സ്റ്റിറ്റ്യൂഷൻ, മാർക്കറ്റ് ഇംപെർഫെക്ഷൻ, മോറൽ ഹസാർഡ്, മാർക്കറ്റ് ഫെയിലിയർ, ഇതൊക്കെ നമ്മൾ ഈ ഒരു ഫസ്റ്റ് പാർട്ട് മുതൽ നമ്മൾ ഓരോ പാർട്ട് വൈസ് നമ്മൾ ഡിസ്കസ് ചെയ്ത ഭാഗങ്ങളാണ്. ആൻഡ് നോർമേറ്റീവ് എക്കണോമിക്സ് ആൻഡ് നോർമൽ പ്രോഫിറ്റ്, ദെൻ ഇൻട്രൊഡക്ടറി മൈക്രോ എക്കണോമിക്സ് ആൻഡ് മാക്രോ എക്കണോമിക്, മൊണോപോളിസ്റ്റിക് കോമ്പറ്റീഷൻ ആൻഡ് നോൺ എക്സ്ക്ലൂഷൻ ആൻഡ് നോൺ കൊളൂസീവ് ബിഹേവിയർ. നമ്മൾ പറഞ്ഞു നോൺ കൊളൂസീവ് ബിഹേവിയർ, COLLUSIV എന്ന് മിസ് പ്രത്യേകം തന്നെ സ്പെല്ലിങ് പറഞ്ഞതാണ്. നോൺ എക്സ്ക്ലൂഷൻ, നോൺ റൈവൽ ആൻഡ് ഒറിജിനൽ യൂട്ടിലിറ്റി ആൻഡ് ഒപ്റ്റിമേറ്റ്ലി ഒളിഗോപ്പൊളീൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ്, ഒളിഗോപ്പൊളീൻ്റെ ഫീച്ചേഴ്സ് ഒക്കെ നമ്മൾ പറഞ്ഞു. പബ്ലിക് ഗുഡ്സിനെ പറ്റി പറഞ്ഞു, പോസിറ്റീവ് എക്കണോമിക്സ്. Then price effect, point of inflection, production function, perfectly competitive market and price discrimination, product differentiation, profit and പ്രൊഡക്ഷൻ പോസിബിലിറ്റി ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞതാണ്. സപ്ലൈ കർവ്, സ്റ്റോക്ക് വേരിയബിൾ, റീപ്ലേസ്മെൻറ്റ് കോസ്റ്റ്, റിഡ്ജ് ലൈൻസ്, റെക്റ്റാങ്കിൾ കോസ്റ്റ്, പ്രൈസ് സെല്ലിംഗ് ഒക്കെ നമ്മൾ പറഞ്ഞു. ദെൻ റെൻറ്റ്, സ്റ്റോക്ക് വേരിയബിൾ, സപ്ലൈ, സബ്സ്റ്റിറ്റ്യൂഷൻ ഇഫക്റ്റ്, supply schedule and supply curve, submission effect and sub-optimistic sunk cost, short run and long run, technology and total utility. And the total utility, the total satisfaction derived from the units of item. Total utility the ടെക്സ്റ്റിൽ ലാസ്റ്റ് ഭാഗത്ത് എല്ലാ പോയിന്റ്സും കറക്റ്റായി കൊടുത്തിട്ടുണ്ട്. ട്രാൻസ്ഫർ ഏർണിങ്സ് ആൻഡ് യൂസ് വാല്യൂ, utility of goods, use value and utility of goods, utility and VMP. Then in book കുറേ കാര്യങ്ങൾ ഇതിൽ നമ്മൾ പറഞ്ഞു. ലെസ്റ്റ് എന്താ സപ്ലൈ കർവ്, എ കർവ് ഷോവിങ് ദ റിലേഷൻഷിപ്പ്. സപ്ലൈ കർവിൻ്റെ പ്രത്യേകതയാണ് മിസ് വായിക്കുന്നത്. എ കർവ് ഷോവിങ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ പ്രൈസ് എ കമ്മോഡിറ്റി ആൻഡ് quantity supplied during a given period, other factors influencing supply remaining unchanged. Then supply curve. Next supply schedule. Supply schedule നെ പറ്റി നമ്മൾ എന്താ പറഞ്ഞത്? A table having two columns, one showing different prices of the commodity and the other showing quantity supplied during a period of each these price. Okay. Next സ്റ്റോക്ക് വേരിയബിളിനെ പറ്റി നമ്മൾ എന്താ പറഞ്ഞത്? ദ വേരിയബിൾ വിച്ച് ക്യാൻ ബി മെഷേർഡ് ഓൺലി വിത്ത് റെഫറൻസ് ഓഫ് പോയിന്റ് ഓഫ് എ ടൈം. ഓക്കെ, ഒരു ടൈമിനുള്ളിൽ. സപ്ലൈ, ദ ക്വാണ്ടിറ്റി ഓഫ് ഗുഡ്സ് വിച്ച് ഈസ് ദ സെല്ലേഴ്സ് ആർ റെഡി ടു സെൽ പെർ യൂണിറ്റ് ഓഫ് ടൈം ആൻഡ് ഗിവൻ പ്രൈസ് ഫോർ യൂണിറ്റ്. ദ ക്വാണ്ടിറ്റി ഓഫ് ഗുഡ്സ് ആണ് നമ്മൾ സപ്ലൈ എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. വാട്ട് ഈസ് സപ്ലൈ? ദ ക്വാണ്ടിറ്റി ഓഫ് ഗുഡ്സ് വിച്ച് ദ ക്വാണ്ടിറ്റി ഓഫ് ഗുഡ്സ് which the sellers are ready to sell per unit of time. The variable then പിന്നെ നമ്മൾ എന്താ പറയുന്നത്? സ്റ്റോക്ക് വേരിയബിൾ, ആ വേരിയബിൾ വിച്ച് ക്യാൻ ബി മെഷേർഡ് ഓൺലി വിത്ത് റെഫറൻസ് ടു പോയിന്റ് ഓഫ് ടൈം. ഒരു കറക്റ്റ് പോയിന്റ് ഓഫ് ടൈമിൽ വേരിയബിൾ മെഷർ ചെയ്യുന്നതാണ് എന്ത്? സ്റ്റോക്ക് വേരിയബിൾ. സ്റ്റോക്ക് എത്രയുണ്ടെന്നൊക്കെ. ഓക്കെ, അങ്ങനെ നമ്മൾ ഏകദേശം ഒരു ഇതെല്ലാം നമ്മൾ എന്ത് ചെയ്തു? കവർ ചെയ്തു. ഈ ഒരു പാഠങ്ങളെല്ലാം നന്നായിട്ട് എക്സാമിന് പ്രിപ്പയർ ചെയ്യാം.